വെച്ചൊരു പരസ്യം കൊടുക്കേണ്ടി വരും, കാണാനില്ലാന്നും പറഞ്ഞുകൊണ്ട്. അതെന്താ, താനും കാണാനില്ലാണ്ടാവാൻ പോവാണോ? ഞാൻ കാണാനില്ലാണ്ടായിക്കോട്ടെ, എന്നാലും ഞാൻ അടുത്ത മാസം വരും. എനിക്ക് തരാനുള്ള സ്ത്രീധന തുക തന്ന് തീർക്കണം. എന്റെ ഓമനക്കുട്ട, നിനക്ക് വാരി കോരി തന്നാ കൊള്ളാമെന്നുണ്ട്. പക്ഷെ എന്റെ ഒന്നുമില്ല. അതെ, തീർന്ന് അവസാനം ഈ വീടും പറമ്പ് മാത്രമായി. അതെ അതെ, അതാണെങ്കിൽ ഉണ്ണിയുടെ പേരിലും നിയമം എനിക്കറിയാം. ഒരാളെ കാണാതായി 7 വർഷം കഴിഞ്ഞാൽ മരിച്ചതായി കണക്കാക്കപ്പെടും. 7 വർഷം കഴിഞ്ഞ് ജീവനോടെ തിരിച്ചു വന്നാലും മരിച്ചതായിട്ട് കണക്കാക്കുവോ? അതിനാണെന്ന് ഞാൻ നോക്കൂല, ഞങ്ങളുടെ കുടുംബത്തിൽ ഇടപെടല്ലേ. അതെ, ഉണ്ണി ചത്തുന്നൊരു വെള്ളക്കള്ളത്തിൽ എഴുതി കൊടുത്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. വനജേ, അയ്യോ, ഞാനിങ്ങനെ എഴുതി കൊടുക്കണേ. ഓമനക്കുട്ട, ഒരു രാത്രി പോലും തന്റെ മകനെ പിരിഞ്ഞിരിക്കാൻ വയ്യാത്തോണ്ടല്ലേ വെപ്രാളപ്പെട്ട് താനീ ഓട്ടം ഓടുന്നത്? എടാ, 17 വർഷമായി ഞാൻ എന്റെ മോനെ പിരിഞ്ഞിരിക്കാൻ തുടങ്ങിയിട്ട്. അവൻ എന്തെങ്കിലും തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷയില ഞാനും ഇവിടെ ജീവിക്കുന്നത്. അവൻ മരിച്ചുപോയി എന്ന് ഞാൻ എങ്ങനെയാടാ പറയുക? അതിലും ഭേദം ഞങ്ങൾ അങ്ങ് ജീവൻ ഒടുക്കുക. കണ്ണടയ്ക്കുന്നതിന് മുമ്പ് അവനെ ഒരു നോക്ക് കാണണമെന്ന ആഗ്രഹം. അതിനുവേണ്ടിയാ ഞങ്ങൾ എന്നും പ്രാർത്ഥിക്കുന്നത്. അവൻ ചത്തുപോയി എന്ന് പറയുന്ന നാവ് കൊണ്ട് തിരിച്ചു വരാൻ വേണ്ടി പ്രാർത്ഥിക്കും. അതല്ല നിനക്ക് സ്വത്തുക്കളാണ് വലുതെങ്കിൽ വേണ്ട, അവൻ എന്നിട്ട് തീരുമാനിക്കുക. അവനിനി എന്നാണാവോ വരുന്നത്. എന്നാലും കാശ് ചോദിച്ചു വന്ന എന്നെ കരയിപ്പിച്ചുവിട്ടത് ശരിയായില്ല. മാഷന്റെ സെന്റിമെന്റ്സ് കയറിയാ പിടിച്ച വളരെ. ഹലോ, മുണ്ടൂർ പോസ്റ്റ് ഓഫീസ്, ടെലഗ്രാമോ? ആ, പറയൂ. ടു പത്മനാഭൻ മാസ്റ്റർ, താഴത്തെ വീട്, മുണ്ടൂർ PO. ആ, മെസ്സേജ്. എന്റെ ഈശ്വര, നേരാണോ മാഷെ? അതേ ദേവകി. മാഷെ, ഇത് ഉണ്ണിയുടെ വിവരം തന്നെയാണോ? അതെ, നമ്മുടെ ഉണ്ണി നാഗപട്ടണത്തുണ്ടെന്ന്. ടെലഗ്രാം അടിച്ചത് ആരാ? പൗരസമിതിക്കാരാ. ആരെങ്കിലും പോയി ഒരു വണ്ടി വിളിച്ചോണ്ട് വരുവേൻ. മാഷെ, നമ്മൾ ഈ നിമിഷം പുറപ്പെടുന്നു നാഗപട്ടണത്തെ. അതെ, വേഗം പുറപ്പെട്ടോളൂ. சகோதரன் தம்பி, பௌரசமிதிக்கு போற வழி ஏது? எந்த பௌரசமிதி? கேரளா பௌரசமிதி. ஓ, கேரளா பௌரசமிதியா? ஃபர்ஸ்ட் ரைட்ல போங்க, அப்புறம் செகண்ட் லெஃப்ட், மாரியம்மன் கோயில் பக்கத்துல. வணக்கம். சரி. അച്ചോ, ഇത് തന്നെ ഓട്. മുണ്ടൂരിൽ നിന്ന് മാഷ് താനേ? ഞാൻ താ അടിച്ചത്. കമ്പി അടിച്ചതാ சொன்னது. കമ്പി കൊണ്ട് കാണിക്കുന്നത് എനിക്ക് കോംപ്രമൈസ് ഇല്ല. അവൻ ടെലിഗ്രാം അടിച്ചു എന്നാ പറഞ്ഞത്. സാരമില്ല അണ്ണാച്ചി, ഒരു അബദ്ധം പറ്റിയതാണ്. പൗരസമിതി സെക്രട്ടറി അഴകപ്പൻ, അഴകേശൻ താനേ? അവരുള്ള ഇരുക്കാറ്, വാങ്ങോ. അന്വേഷിപ്പിൻ, കണ്ടെത്തുമെന്നല്ലേ. ஐயா, முண்டூரில் இருந்து மாஷ் வந்திருக்கு. தெரியும்டா. வாங்க சார். வணக்கம் சார். வணக்கம். உட்காருங்க. வாங்க. உட்காருங்க சார். வாங்க. வாங்க. உட்காருங்க சார். உட்கார. ஆமா, நீங்க உன்னிയുടെ ഞാൻ ഉണ്ണിയുടെ അച്ഛനാണ്. നമസ്കാരം. നമസ്കാരം. നീങ്ക? ഞാൻ അച്ഛനാണ്. അല്ല, ഒരാൾക്ക് 2 അച്ഛനോ? ഞാൻ പള്ളിയിലെ അച്ഛൻ, ഇത് പുള്ളിയുടെ അച്ഛൻ. എന്റെ മോൻ എവിടെയുണ്ടെന്ന് പറ. കഴിഞ്ഞ 6 മാസമായി കക്ഷി എന്റെ കൂടെ തന്നെ ഉണ്ട്. പരസ്യത്തിൽ പച്ച കുത്തിയിട്ടുണ്ടെന്ന് കണ്ടപ്പോ തന്നെ മനസ്സിലായി ഇത് സാറിന്റെ മോനാണെന്ന്. ചോദിച്ചപ്പോ കറക്റ്റ്. എന്നിട്ട് അവനിപ്പോ എവിടെയുണ്ട്? ആള് നമ്മുടെ കസ്റ്റഡിയിൽ തന്നെ ഉണ്ട്. പക്ഷേ അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് ചില കണക്കും കാര്യങ്ങളും ഒക്കെ. എന്താ? അതൊക്കെ നമുക്ക് ശരിയാക്കാന്ന്. നിങ്ങൾ ആളെ കാണിക്കേ.
എനിക്കത് കേട്ടാ മതി. വന്നാട്ടെ. கொஞ்சம் தள்ளுங்க சார். എന്തൊക്കെ கொஞ்சம் தள்ளுங்க சார். ഭാസ്കര, അവൻ തള്ളാൻ പറഞ്ഞ് ഞാൻ തള്ളി. അയ്യോ, അണ്ണാച്ചി ക്ഷമിക്കൂ. നിങ്ങളുടെ ഭാഷയിലെ പല വാക്കുകളും അവന് തെറിയാണ്. അത് കേട്ടാൽ അവൻ അടിച്ചു പോകും. நான் என்ன பண்ணது? കർത്താവിന്റെ നാമത്തിൽ ബാക്കി പറയരുത്. നിങ്ങളെ കാണുമ്പോ വലിയ സന്തോഷമായി. എവിടെ ആളെവിടെ? ഇതിനകത്തുണ്ടാണ്. ഉണ്ണി, ഇതാരൊക്കെയാ വന്നിരിക്കുന്നത് നോക്കിയേ. അവിടെ ഓടിപ്പോയിട്ട കുടിക്കണം. തന്റെ മുണ്ടെന്തിയെ? ഇതുവരെ ഉണ്ടായിരുന്നല്ലോ. എന്റെ പിള്ള എവിടെ? ഞാൻ എടുത്തിട്ടില്ല. നിങ്ങൾ പേടിക്കേണ്ടതേ. നിങ്ങൾക്ക് അത് മുണ്ടിലായിരിക്കും. ഞാൻ തൽക്കാലം ദൂക്കട്ടെ. അത് ഉണ്ണി കൊണ്ടുപോയതാ. അവനിപ്പൊ കൊണ്ടുവരും. എപ്പോ? ഇതെന്താ ഇങ്ങനെ? ഞാൻ പറഞ്ഞില്ലേ പേടിക്കാൻ ഒന്നുമില്ലെന്ന്. ഈ സ്റ്റാമ്പ് കളക്ഷൻസ് എന്നൊക്കെ പറഞ്ഞ് ചിലർക്ക് ചില ഹോബികളുണ്ടല്ലോ. അതുപോലെ പുള്ളിക്കാരന് ചെറിയൊരു ഹോബിയുണ്ട്. മുണ്ട് കണ്ടാ പറിച്ചോണ്ട് പോകും. ഈശ്വര, ഈ ഇട്ടിരിക്കുന്ന തുണികളൊന്നും അലക്കി വിരിച്ചതല്ല. അവൻ പറിച്ചോണ്ട് വന്ന മുണ്ടുകളാ. കൈ ഇങ്ങനെ വെച്ച് നോക്കിയാ സൂക്ഷിക്കണം, ആരുടെയെങ്കിലും മുണ്ട് പോയിരിക്കും. 5-6 മാസമായിട്ട് ഞങ്ങക്ക് നല്ല പണിയാ. പ്രശ്നങ്ങൾ ഒതുക്കി തീർക്കാൻ കുറെ ചില്ലറയും ചെലവായി. സാരമില്ല, മാഷ് തരുമ്പോ അതെല്ലാം തീർന്നു കിട്ടുമല്ലോ. ഒന്നുമില്ല, ചെറിയൊരു ലൂസ് കോണ്ടാക്ട്. ചിലപ്പോ കൊച്ചു കുട്ടികളെ പോലെ പെരുമാറും. മോനെ, ഇതാണ് അച്ഛൻ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അച്ഛാ. അത് പള്ളിയിലച്ഛൻ. ഇത് നിന്റെ അച്ഛൻ. അച്ഛാ, ഉണ്ണിക്കുട്ടാ. അച്ഛാ, ഇതാരാ അച്ഛാ? അയ്യോ അച്ഛാ, ദേ കണ്ട പച്ച കുത്തിയത്. അച്ഛാ, പച്ച. ഈ അച്ഛൻ അച്ഛന്റെ അച്ഛനാണ് അച്ഛാ. മോനെ, അച്ഛന്റെ സിഗരറ്റ് എടുക്കാൻ ഒരു വീടി കത്തിക്കാൻ. പക്ഷെ അത് സിഗരറ്റ് എന്റെ എല്ലുണ്ടോടാ? കത്തിയുണ്ട്, കത്തി. കത്തിക്കണ്ട, കത്തിക്കും ഞാൻ. അച്ഛാ, ദൈവമേ, മാഷ് അവർക്ക് എത്തിയോ? നോക്കിക്കോ, ഇന്നിവിടെ ചിലതൊക്കെ നടക്കും. ഒരു വലിയ ദുരന്ത നാടകത്തിന്റെ തിരശീല മാറാൻ പോവുകയാണ്. നിക്ക് അങ്ങനെ കാര്യങ്ങളൊക്കെ മംഗളമായിട്ട് കഴിഞ്ഞു. ലേശോട്ടി മാഷ അനുഗ്രഹിക്കണം. ഉണ്ണി എന്തിയെ? മോനെ, ഇതാരാണെന്ന് നോക്ക്. ഉണ്ണി, നീ ഇറങ്ങി വന്നേ. നീ എന്നെ ഓർക്കുന്നോ? പഴയ കിച്ചൻകുട്ടി. ആളാകെ മാറി. കയ്യേ തമാശ. ഇവന്റെ പഴയ തമാശ ഒന്നും കളഞ്ഞിട്ടില്ല. കൃഷ്ണൻകുട്ടി, നിങ്ങൾ താലി കെട്ടി കഴിഞ്ഞ് പോവല്ലേ? കാര്യങ്ങളൊക്കെ നടന്നോട്ടെ, ഞങ്ങൾ പുറകെ എത്താം. അത് പറ്റൂല. ഉണ്ണി ആദ്യമായിട്ട് ഈ നാട്ടിൽ കാലുകുത്തുന്ന എന്റെ കല്യാണത്തിനാ. എന്റെ ഭാര്യ പരിചയപ്പെടാം. വാ. അല്ല കൃഷ്ണൻകുട്ടി, ഞാൻ അല്ല, ഉണ്ണി ഉണ്ടട്ടെ വരുന്നുള്ളൂ. നീ വാ, എന്റെ കൂടെ വാ. ഉണ്ണട്ടെ. ഇതെന്റെ ഭാര്യ. ആഗ്രഹിച്ച് മോഹിച്ചും കാത്തിരുന്ന് കെട്ടിയതാ. ഇതല്ല, ഇത് അമ്മ. മാറിയടാ. ഇതെന്റെ ഭാര്യ. ഇത് ഉണ്ണി, എന്റെ കുളിക്കാട്ടുകാരനാ, കളിക്കൂട്ടുകാരനാ. സിനിമയിലാണ് ജോലി. സിനിമയിലാ. ക്യാമറമാനാണ്. എന്നെ സിനിമയിലേക്ക് എടുക്കാനുള്ള പരിപാടിയാ. ഒക്കെ എന്റെ ഭാര്യയുടെ ഭാഗ്യം പോലെ. അയ്യേ, നിങ്ങളുടെ ഒന്ന് കല്യാണമല്ലോ. അയ്യോ, നമ്മളിൽ ആരാച്ചാ ഞാൻ? അത് കുളിച്ചതിന് ശേഷം കണ്ടുപിടിക്കാം ഉണ്ണി. ഷർട്ടയിൽ മുട്ടല്ലേ?
ഓർമ്മയുണ്ടോന്ന് നോക്ക്. ഇതാ നമ്മുടെ വീട്. ഇത് പൊളിക്കാൻ കുറെ സമയം എടുക്കും. എന്റെ ഈശോയെ. ആരാ? മാഷ്. മാഷ് നാഗപട്ടണം പോയിരിക്ക. എടി ഇത് ഞാനാടി മാഷ്. ആ, അപ്പൊ ഇതൊക്കെ ആരാ? ഇത് അച്ഛൻ, കുരി ഇത് ഭാസ്കരൻ, ഗുണ്ട ഭാസ്കരൻ. ഓ എനിക്കങ്ങനെയൊന്നുമില്ല. അപ്പൊ ഇതാരാ? ഇതാണ് നിന്റെ മോൻ ഉണ്ണികൃഷ്ണൻ. എന്റെ മോനെ. എന്റെ ഉണ്ണി. മോനെ. മോനെ ഇതാ നിന്റെ അമ്മ. അമ്മ അയ്യോ. എനിക്ക് ദേ. അയ്യോ, എന്താ ഇത്? ദേവികമ്മേ, ഉണ്ണിക്ക് ലേശം സുഖമില്ലായ്മ ഉണ്ട്. അയ്യോ. എങ്ങനെയുണ്ടാ ഞാൻ പാന്റ് എടുത്തിട്ട്? ഓ കൊള്ളാശാനെ. ഈ ബുദ്ധി കല്യാണത്തിന് തോന്നില്ലല്ലോ ഭഗവാനെ. അന്ന് പാന്റ് ഇട്ടിരുന്നെങ്കിൽ ഫസ്റ്റ് നൈറ്റ് മുമ്പ് സസ്പെൻസ് പൊളിവില്ലായിരുന്നു. ഓ, ഫസ്റ്റ് നൈറ്റിന് എന്ത് പറ്റി? അത് ഞാനൊരു ഇരട്ട വരയിട്ട ബുക്കിൽ എഴുതി തരാം. സൗകര്യം പോലെ ഇരുന്ന് വായിച്ചോ. തുന്നടാ, സസ്പെൻസ് അറിയാൻ നടക്കും. ഇതിനൊരു സിബ് പിടിപ്പിച്ചിട്ട് വരാം. വേഗം വരണം. തലമുട്ടാതെ. കൃഷ്ണൻകുട്ടിയെ, ആ, ഇതിന്റെ കൈ ഒന്ന് തുന്നിയ വേഗം. എന്തു പറ്റി? അതിർത്തി തർക്കം. ആ, ഞാൻ എന്റെ തറവാട്ടിലെ അവകാശം ചെന്നേ ആ. പിടിയായി വലിയായി ഒടുവിൽ ഇങ്ങനെയൊക്കെ അയ്യോ, അത് തീർന്നില്ലേ? എവിടെ തീരാൻ. ദേ, ഇതാണ് ഞങ്ങളുടെ മൊത്തം പറമ്പ്. 48 സെന്റ് ചില്ലുവാനം. ചില്ലാനെന്ന് വെച്ചാ ചില്ലുവാനം വെച്ചാൽ 6 ലിങ്സ് വരും. ദേ, ആ. ഇതാണ് കിഴക്കേ അതിരി. നമ്മുടെ ബാലഞ്ചന്റെ വീടിന്റെ. അതെ. ആ, അതിലേ ഒരു 20 സെന്റ് സ്ഥലം. ആ. ഇങ്ങനെ 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 അമ്മനെ പറ്റി ചേട്ടന്മാരെ എഴുതി വാങ്ങിച്ചു. വില്ലന്മാരെ. പിന്നെ ഈ കാണുന്ന 16 സെന്റ് സ്ഥലം അച്ഛന്റെ 16 നടത്താൻ വിറ്റ് തുളച്ചി. പിന്നെ ഈ 18 സെന്റ് സ്ഥലം മൂത്ത പെങ്ങളുടെ കല്യാണത്തിന് അമ്മയെ മുറിച്ചു വെച്ചു. അത് പെങ്ങളുടെ കല്യാണത്തിനല്ലേടോ? അവിടെ എഴുതേ അത് കേസിൽ കിടന്ന പറമ്പാണ്. അതെ, ആ. ഇനി ഞാനും 2 പെങ്ങന്മാരുണ്ടേ. പെങ്ങന്മാർ ഇനിയുണ്ടോ? തന്റെ പെങ്ങന്മാരെന്താണ് പറമ്പ് നിറഞ്ഞു നിൽക്കണ? ദേ, അവർക്കുള്ള വീതം. പെങ്ങന്മാർക്കുള്ളത്. ആ. അത് അവിടെ ഇരിക്കട്ടെ. പിന്നെ എനിക്കുള്ളതാണ് ഈ 8 സെന്റ്. അപ്പൊ ഒരു 6 ലിങ്സ് കാണും. 6 ലിങ്സ്. ദേ, വഴിക്ക് പോയില്ലേ? ഓ, വഴി വഴി വഴി. അത് മാറ്റി പോയി. ബാക്കി 8 സെന്റിൽ തനിക്കൊരു വീട് വെച്ചൂടെ? എങ്ങനെ വീട് വെക്കാൻ? ദേ, എന്താ എന്താ ഇത്? കുളം 6 സെന്റ് കുളം അല്ലേ? അയ്യോ, കൊളമാണെങ്കിൽ പിന്നെ അവിടെ എങ്ങനെയാ വീട് വെക്കുന്നത്? കുളത്തിൽ എങ്ങനെ വീട് വെക്കുന്നു ഞാൻ ചോദിച്ചതിനെ ചേട്ടന്മാരുടെ തല്ലി ആവശ്യത്തേക്ക്. 5 സെന്റ് ഇത് വഴി, ഇത് ചില്ലുവാനും. അതൊക്കെ വീട്. എന്റെ അളിയൻ വന്നെന്ന് കേട്ട് അതാ ഞാൻ ധൃതി പിടിച്ചിട്ട് പോകുന്നത്. നീ കണ്ട കൃഷ്ണൻകുട്ടി ഉവാ. എങ്ങനെ വില ഗതിയും പിടിച്ചാണ് വന്നേക്കണത്? പിന്നെ വലിയ നിലയിലല്ലേ? എന്താ ബിസിനസ്? എക്സ്പോർട്ടിങ്. മുണ്ടില്ലേ, മുണ്ട്, അതിന്റെ എക്സ്പോർട്ടിങ്. കല്യാണ ചെറുക്കം മുതൽ പ്രായമായ അപ്പൂപ്പന്മാർക്ക് വരെ മുണ്ട് എക്സ്പോർട്ട് ചെയ്യും. ദൈവമേ, എക്സ്പോർട്ടിംഗ് ആണ്. അപ്പ ഇമ്പോർട്ടിംഗും കാണും. വേഗം ചെല്ലി, ഇല്ലെങ്കിൽ ഇമ്പോർട്ടിങ് നടക്കും. മുണ്ട എന്നാ. അപ്പ ശരി എന്നാല്. ആ. വനജേ, വണ്ടി വിട്ടേ, വണ്ടി വിട്ടേ. ഒരാളെ ഒരു അപകടത്തിലേക്ക് പറഞ്ഞുവിടുമ്പോ എന്തൊരു മനസമാധാനം എന്നറിയാമോ? ഈ അതിർത്തി തർക്കം വന്നാലുള്ള കുഴപ്പമിതാ. ഈ കുളത്തിൽ എങ്ങനെ അവൻ വീട് വെക്കണത്? ദൈവമേ, പോലീസുകാരന്റെ തുണിയിലാണോ വീതം വെച്ച് കളിച്ചത്? ഓമനക്കുട്ടാ, ഓമനക്കുട്ടാ. ഇറങ്ങി ഇറങ്ങി ഇറങ്ങി. ഉണ്ണിക്കുട്ടാ, അളിയാ, മോനെ ഉണ്ണിക്കുട്ടാ, എക്സ്പോർട്ട് അളിയാ. എന്റെ ചേച്ചി വന്നടാ. അളിയോ, അളിയോ, താനാരാ? അളിയൻ, അളിയോ, താനാരാ വിളിക്കണേ? അളിയനെ, അളിയോ. അപ്പൊ താൻ തന്നെ തന്നെയാണ് അളിയാന്ന് അകത്തേക്ക് നോക്കി വിളിക്കണത്. നീ ആരാ? എന്താ ഇതാ നമ്മുടെ ഉണ്ണി. അളിയാ, ഇതായിരുന്നു എന്റെ അളിയൻ. എന്റെ പൊന്നളിയാ, കണ്ണിൽ അന്വേഷിച്ച് കാത്തിരിക്കായിരുന്നു അളിയാ. തിരിയിട്ട് കത്തിക്കാരില്ലടാ. ഈ അളിയന്റെ ഒരു തമാശ. അളിയാ, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. കാഷിനെ പറ്റിയുള്ള ടോക്ക്, കാഷ്വൽ ടോക്ക്. ഞാൻ വിട്ടെ. ആഹാ, ഇത് എനിക്കും കൂടി അവകാശപ്പെട്ടതാണ്. എന്റെ അളിയൻ, എന്റെ സ്വന്തം അളിയൻ. ബാലിയ, നമുക്ക് അകത്ത് പോയി സംസാരിക്കാം. അല്ലെങ്കിൽ വേണ്ട, ഇവിടെ നിന്ന് സംസാരിച്ച് ശരിയാവില്ല. നമുക്ക് പുറത്തു പോയി സംസാരിക്കാം. ഇവിടെ ഒന്ന് ചുറ്റിക്കറങ്ങാം. പോരെ? അപ്പൊ എന്നെ ചുറ്റിക്കാൻ കൊണ്ടുപോവാണ്. ഈ അളിയന്റെ ഒരു തമാശ. ഓടാ. ഓ, അളിയൻ. വേണ്ട വേണ്ട, ചുറ്റിക്കൊന്നും വേണ്ട. അതൊക്കെ വേണം. ആളിയോടെ നിൽക്ക്. ഞാൻ ഈ പാന്റ് മാറ്റിയിട്ട് ഒരു മുണ്ടെടുത്തോണ്ട് ഇപ്പൊ വരാം. വേണ്ട, മുണ്ടെടുക്കണ്ട. എന്താ ഇത്? എനിക്കൊരു മുണ്ടെടുക്കാനുള്ള അവകാശം പോലെ ഈ വീട്ടിലില്ലേ? ആളിയോട് നിൽക്ക്, ഞാനിപ്പോ വരാം. വനജേ, ഒരു മുണ്ടെടുക്കൂ. ഓമനക്കുട്ടാ വേണ്ട, ഇവിടുത്തെ സാഹചര്യം നിനക്ക് അറിയാൻ വയ്യാത്തോട്ടാ.
ആ അച്ഛാ, ആ. ആരാപ്പ പോയ കരിമ്പൂതം? അത് നിന്റെ ചേച്ചിയുടെ ഭർത്താവാ വനജയുടെ. ആണാ? ആരാ ഈ വനജ? എന്നാലും എന്റെ മോനെ നീ മഞ്ചേച്ചിയുടെ പേര് പോലും മറന്നു പോയല്ലോടാ. നീ വല്ലാതെ ക്ഷീണിച്ചു പോയി. അത് നീ തടിച്ചതുകൊണ്ട് തോന്നണതാ. ഇവിടുത്തെ അമ്മയുടെ ഭക്ഷണം ഒന്നും നിനക്ക് പിടിക്കണ്ടാവില്ല. അതുകൊണ്ട് വഞ്ചേച്ചിയുടെ അടുത്തേക്ക് പോന്നോളൂ. പിന്നെ നിന്റെ മുണ്ട് എക്സ്പോർട്ടിന്റെ ബിസിനസിന് ഇവിടത്തെക്കാളും നല്ലത് അവിടെയാ. അതുകൊണ്ട് മോനങ്ങോട്ട് പോന്നോളൂ. അളിയ ഞാൻ റെഡി, നമുക്ക് പോവാം. ഓനക്കുട്ടാ, നീ ഇത് എന്ത് ഭാവിച്ച? ഞങ്ങൾ അളിയനും ഒന്ന് കറങ്ങാൻ പോകുന്നു. തൽക്കാലം മാത്രം മനസ്സിലാക്കാൻ മതി. അളിയ നമുക്ക് ഇറങ്ങാം. ഈ കറങ്ങലല്ല, നമുക്ക് അവിടെയൊക്കെ പോയി ചുറ്റിക്കറങ്ങണ്ടേ? കള്ളൻ. ഡോണ്ടു ഓനക്കുട്ടാ വേണ്ട, ഞാൻ പറയുന്നു. പോയിക്കോട്ടെച്ചാ. ബിസിനസ്സിൽ നമ്മൾ ഓരോ അടിയും സൂക്ഷിച്ചു വെക്കണം. അയ്യോ ആരത്? ആരുമില്ല. സ്വന്തം തന്ത വരെ പിന്നിന്ന് കുത്തു. പെങ്ങളൊക്കെ ടി എസ് സ്ത്രീ തന്നെ തുക തരുമോ അളിയ? വാളിയ നോക്കച്ചാ, എന്തൊരു ചേർച്ച. ഒരമ്മ പെറ്റ ആളിയന്മാരാണെന്നേ പറയൂ. ഈശ്വരാ, ഓടാ പട്ടി, ഇത്രയും കാലമായിട്ട് നിന്റെ അസുഖം ഒന്നും മാറിയില്ലേ? എടി ഇത് ഞാനാടി ഓമനക്കുട്ടൻ. അയ്യോ, നിങ്ങളായിരുന്നോ? നീ ഒന്ന് ഇങ്ങോട്ട് വന്നേ, വരുമ്പോ ഒരു മുണ്ടും എടുത്തോ. ഈ മനുഷ്യന്റെ ഒരു കാര്യം. ദാ. നിന്റെ ആങ്ങളില്ല മുണ്ടൂരാൻ. നാട്ടുകാരെ മുണ്ടും പറഞ്ഞിട്ടാടി എക്സ്പോർട്ട് ചെയ്യണത്. അതെ, അവന് തലയ്ക്ക് നല്ല സുഖമില്ലാന്ന് അച്ഛനമ്മയും പറയണ കേട്ടു. എന്തപ്പണ്ടായേ? അവൻ എന്നെ കൊണ്ട് ഒരു മൊട്ടക്കുന്നിന്റെ മോളിൽ കയറി. അവർ ചെന്നപ്പോ എന്റെ മുണ്ടും പറിച്ച് ഒറ്റോട്ടം. ഞാനാണെങ്കിൽ അടിയിൽ ഒന്നും ഇട്ടിട്ടുണ്ടായില്ല. എന്നിട്ട് ഞാൻ തോട്ടിലേക്ക് എടുത്ത് ചാടി. നാണം മറക്കാൻ അരക്കപ്പം വെള്ളത്തിൽ കിടന്ന് ആ തോട്ടിലാണെങ്കിൽ പണ്ടാറ മീനിന്റെ ശല്യു. അപ്പോഴേ ഒരാൾ തോട്ടെറിഞ്ഞ് മീനെ പിടിക്കാൻ വന്നേക്കണു. എന്നിട്ട് തോട്ട പൊട്ടിയ തീർന്നില്ലേ? ആ തോട്ടക്കാരനെ പറഞ്ഞവിടെ ഞാൻ പെട്ട പാട്. എന്തായി കേക്കണേ? അതെ, ഞാൻ ആദ്യം വനജയെന്ന് വിളിച്ചപ്പോ നീ ആരാണെന്നാ വിചാരിച്ചത്? അത് ഞാൻ വിചാരിച്ചത് പട്ടിയാണെന്നാ. പട്ടിയൊക്കെ നിന്നെ വനജയെന്നാ വിളിക്കാറ്. ചില പട്ടികളൊക്കെ എന്നെ അങ്ങനെയാ വിളിക്കാം. ഓഹോ, ആ മുണ്ടൂര് ആരോ അറിഞ്ഞിട്ട പേരാ. സഹോദര, ഇതുപോലുള്ള മുണ്ടഴിക്കലുകാർ ഈ ഭൂമിയിൽ പിറക്കുമെന്ന് ഞങ്ങളുടെ പൂർവികർക്ക് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾക്കൊരു പാന്റും അതിന്റെ മീതെ ഒരു ലോഹയും അരയിലൊരു കെട്ടും തന്നത്, ഇല്ലയോ? എന്താ വെളിച്ചപ്പാട്? അസാധാരണമായ വേഷത്തിലാണോ പറയെടുക്കാൻ വരുന്നത്? ഇതിലും വലിയ വേഷം ചിലപ്പോ കാണേണ്ടി വരും. അച്ഛാ, ഞാൻ പറ. നീ പറയലടാ, പറയും പറ. ഇനി ഒന്ന് എന്നറിയോ? ദേവി, മുണ്ട് വരയ്ക്കും, ഓടിക്കൂ. എനിക്ക് അളിയനെ ഇഷ്ടം. അതിനാണ് ഈ കൊലക്കടി. പട്ടിയുണ്ട് സൂക്ഷിക്കുക എന്ന ബോർഡ് വയ്ക്കുന്നത് പോലെ ഇവിടെ കുട്ടിയുണ്ട് മുണ്ട് സൂക്ഷിക്കുക എന്ന ബോർഡ് വയ്ക്കുന്നത് നന്നായിരിക്കും. പട്ടി, അയ്യോ, നിങ്ങളൊരു കാര്യം ചെയ്യും, താഴെ കാവിലേക്ക് വെക്കോ, ഞാൻ അങ്ങ് എത്തിക്കൊള്ളാം. അയ്യോ പട്ടി, ദേവി രക്ഷിക്കണേ. ഓടി പട്ടി, പോൻ പട്ടി, ഓടി. ഞാൻ പറഞ്ഞില്ലേ, ചെടിക്ക് വെള്ളം ഒഴിക്കുമ്പോ അച്ഛൻ മുണ്ടേ ഉടുക്കൂ. സൺഡേ ക്ലാസ്സിൽ ഞങ്ങളെ ബെൽറ്റ് വെച്ച് അടിച്ചതാ ആ അച്ഛൻ. അച്ഛൻ ഇപ്പൊ എന്തിനാ മുണ്ട്? നീ പോയി പറിച്ചോണ്ട് വാ. എനിക്ക് സേർട്ട് തരോ? തരാം. അവൻ എന്റെ മുണ്ടൊരിഞ്ഞു. എവിടെ കുഞ്ഞവറ?
കുഞ്ഞവറ എന്തോ ഒന്ന് ഇത്രടം വരെ വന്നേ. വരണേ മുട്ട വായന്ന് താഴെ പോയി. കുഞ്ഞവറ ആരോട് പറഞ്ഞോ നീ ഇങ്ങോട്ട് വരണ്ട. ഈ അച്ഛന്റെ കാര്യം എന്താണ് ഉണ്ണി? എന്താണ് കാലത്ത് കഴിച്ചത്? കഴിച്ചതല്ല അഴിച്ചതാ. കർത്താവ്, ഇത് അച്ഛന്റെ മുണ്ടാണല്ല. ഈശോയെ, അപ്പ അച്ഛൻ ഉണ്ണീശോയാ? അച്ഛോ കൊച്ചു കുട്ടിയാണ്, വികൃതിയാണ്. എന്നിട്ടിപ്പോ എന്തായി? ആ പള്ളിയിൽ അച്ഛന് മുണ്ട് കുറച്ചപ്പോ അതൊക്കെ തൃപ്തിയായില്ലേ? ചേടാ, ഇടവകയിൽ അച്ഛൻ മുണ്ട് കൊടുത്തോണ്ട് നടക്കുമെന്ന് അവൻ അറിയോ? അവൻ കുഞ്ഞല്ലേ? കുഞ്ഞു നല്ല പെട കൊടുക്കാത്തൊരു കുഴപ്പാ. അവൻ കുഞ്ഞു തന്നെ മാഷേ, ഇതൊക്കെ അവന്റെ വികൃതിയല്ലേ. വലുതാകുമ്പോ ശരിയായിക്കൊള്ളൂ. എന്റെ കാരണോട് ആ കൊട്ടയത്ത് തലയിൽ വെച്ച നീങ്ങി നടയുന്നേ. അച്ഛാ, പിച്ചക്കാര് വരുന്നു. അച്ഛനെ കൊണ്ട് വന്നാലേ മാഷ് ക്ലാസ്സിൽ കയറ്റുള്ളൂ പറഞ്ഞോണ്ടാണ് ഈ അച്ഛനെ കൊണ്ട് വന്നേക്കണേ. ക്ലാസ്സിൽ കയറിക്കോ. പാവം. എന്താച്ചോ, എന്താ എല്ലാരും കൂടെ? അച്ഛൻ ക്ഷമിക്കണം. അതൊന്നും സാരമില്ല. അതെങ്കി തരൂ. അച്ഛോ. ഓ എന്താ ഇത്? അത് ഒരു ടെലഗ്രാം പോലെ നാട്ടുകാർ തയ്യാറാക്കിയ ഒരു നിവേദനോ? അതേ നിവേദനം. അതിന്റെ ബാക്കി ആരാണെന്ന് ഒന്ന് പറഞ്ഞു കൊടുക്കുക. ഉള്ളത് പറയാലോ മാഷെ. ഉണ്ണിയെ ചികിത്സിക്കേണ്ടത് ഈ നാടിന്റെ ഒരു ആവശ്യമാണ്. അതാണ് ഈ നിവേദ്യം. നിവേദ്യല്ല, നിവേദനം. ആ, അതെങ്കിൽ അത് തന്നെ. ഞാനിപ്പോ എന്ത് വേണമെന്നാ നിങ്ങൾ പറയുന്നേ? മാഷ് ഒന്നും അറിയണ്ട. കാര്യങ്ങളൊക്കെ ഏറ്റോളാന്ന് വൈദ്യരച്ഛൻ സമ്മതിച്ചിട്ടുണ്ട്. ഇതുപോലെ എത്ര എത്ര കേസുകൾ ശരിയാക്കിയ ആളാ അച്ഛൻ. പിന്നെ എല്ലാവരും ചേർന്ന് ഇത് എന്നോട് പറഞ്ഞപ്പോ അത് ശരിയാണെന്ന് എനിക്കും തോന്നി. മാഷ് പേടിക്കണ്ട, ഇത് ആയുർവേദമാണ്. സ്നേഹപാനം, നസ്യം, ക്ഷീരധാര എന്നൊക്കെ പറയുന്ന ഇതിന്റെ ചികിത്സാവിധികൾ എനിക്കറിയാം. ഉണ്ണിയെ മിടുക്കനാക്കി തരാം മാഷെ. എല്ലാം അച്ഛൻ നോക്കിക്കോളും മാസ്റ്റേ. പിന്നെ ഞങ്ങളൊക്കെ ഇല്ലേ? എന്നാലും അതൊക്കെ വലിയ ബുദ്ധിമുട്ടല്ലേ? എന്ത് ബുദ്ധിമുട്ട്? ഇടിക്കാനും പൊടിക്കാനും കുറച്ച് ആൾക്കാർ വേണ്ടി വരും. ഇടിക്കാനും ഇടിച്ചു പൊടിക്കാനും ഞാൻ ഒരാൾ മതി. അവരെത്ര പേരുണ്ടാവും? നിന്റെ ഇടിയല്ല ഭാസ്കര, ആയുർവേദ മരുന്നുകൾ ഇടിക്കാനും പൊടിക്കാനും അരയ്ക്കാനും ഉണ്ടാവും. അപ്പോഴും അരയ്ക്കാൻ പാല് മാറ്റിപ്പിടി വിളിച്ചപ്പോടെ. അരയ്ക്കാൻ ആള് വേണ്ടേന്ന്. അതിന് പേടിക്കണ്ട, ആള് നമ്മുടെ കയ്യിലുണ്ട്. പഞ്ചവർണത്തിന്റെ നല്ല അരയാ. അച്ഛൻ അറിയൂ. അത് ഞാൻ എങ്ങനെ അറിയാനാ? പരമനായരുടെ കടയിൽ അരയ്ക്കുന്നത് അവളാ അല്ലേ വിളിച്ചപ്പാടെ? ആ കറി ഞാൻ കൂട്ടിയിട്ടില്ല. അപ്പോ മാഷൊന്നും പറഞ്ഞില്ല. ഉം.